ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി ഫുള്ള് റീസ്റ്റോർ ചെയ്യാനായിട്ട് പോവുകയാണ്. നിലവിൽ നമ്മൾ വണ്ടി സ്റ്റോക്ക് പോലെ തന്നെയാണ് ചെയ്യുന്നത്. എന്നാലും നമ്മൾ ബാക്കിൽ ആ ഒരു റിം സെറ്റ് മാറ്റിയിട്ട് നമ്മൾ അതിലൊരു SD ചെയ്യുന്നുണ്ട്. ആ ഒരു മാറ്റം മാത്രമാണ് ഇതിൽ മാറ്റം വരുത്തുന്നത്. ഫുള്ള് ഡിസ്പാൻഡിൽ ചെയ്തിട്ട് ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം എന്താ അവസ്ഥ എന്നുള്ളത്. ഒരു 1-2 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് എന്താ, എഞ്ചിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ ബാക്കി ഫുള്ള് ഡിസ്പാൻഡിൽ ചെയ്തിട്ട് ഫുള്ള് റീസ്റ്റോർ ചെയ്യാൻ പോകണം. ചേസ് കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഒക്കെ നമ്മൾ ഓക്കെ ആക്കിയിട്ട് നമ്മൾ ഫുള്ള് റീസ്റ്റോർ ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക പഴയ പോലെ തന്നെ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിൽ നല്ലൊരു താക്കോൽ മിസ്സാണ്. അപ്പോൾ താക്കോലില്ല. അപ്പോൾ നമ്മൾ നേരെ ആ ഒരു സോക്കറ്റ് അഴിച്ചിട്ടിട്ടുണ്ട്. സ്പ്ലെൻഡറിനൊക്കെ ഒരു സോക്കറ്റ് അഴിച്ചിട്ടാൽ മതി, കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്ട് ആയി കഴിഞ്ഞാൽ പ്ലഗും അതുപോലെ തന്നെ മറ്റ് CD കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് സ്പാർക്ക് വരും. അപ്പോൾ നമ്മൾ സോക്കറ്റ് ഊരിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് സ്പാർക്ക് വരുന്നുണ്ടോ നോക്കാം. ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് റിസർവയർ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കാർബറേറ്ററൊക്കെ എന്താ അവസ്ഥ എന്നറിയില്ല. എന്തായാലും നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് എഞ്ചിൻ്റെ അവസ്ഥ നോക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പാർക്ക് വരും. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് സ്പാർക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ചെക്ക് ചെയ്ത ടൈമിൽ തന്നെ വണ്ടി സ്റ്റാർട്ടായി. ഞാൻ അത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ഓയിൽ ലെവൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മസ്റ്റായിട്ട് നമ്മൾ കുറേ കാലം നിർത്തിയിട്ട വണ്ടി, അല്ലെങ്കിൽ നമുക്ക് വർക്കിന് വരുന്ന വണ്ടികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഓയിലുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ചെറിയ ശ്രദ്ധക്കുറവ് മൂലം വലിയ വർക്കുകളൊക്കെ പിന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്. അവിടെ ഇവിടെ ചെറിയ ലീക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഓയിൽ സീലുകൾ അങ്ങനെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം ബാക്കി വർക്ക് തുടങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇനി നമുക്ക് ഫുള്ളായിട്ട് ഡിസ്മാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വർക്ക്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫുള്ളായിട്ട് ഡിസ്മാൻഡിൽ